കുഞ്ഞു മക്കളെ, കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അങ്ങനെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടുള്ളതാണേ. ഉറങ്ങാൻ പോകുമ്പോൾ കുഞ്ഞി കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സിംഹത്തിന്റെ കഥ പറഞ്ഞാലോ. ആരാ സിംഹം? കാട്ടിലെ രാജാവ് ഇല്ലേ? എല്ലാവർക്കും സിംഹത്തെ പേടിയാ. ഒരു ദിവസം നമ്മുടെ ഈ സിംഹം കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു. അന്നേരം ഒരു കുഞ്ഞെലി ചാടി 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 വന്ന് സിംഹത്തിന്റെ ദേഹത്ത് ഒരൊറ്റ ചാട്ടം. കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ സിംഹം ഞെട്ടി എണ്ണിറ്റു. എന്നിട്ട് നോക്കി, ആരാ ആരാ എന്റെ ദേഹത്ത് വീണേ? നോക്കിയപ്പോ ആരാ? നമ്മുടെ കുഞ്ഞെലി. അവൻ അവിടെ നിന്ന് പേടിച്ചു പറഞ്ഞു, അയ്യോ സിംഹരാജാവേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ നിന്നെ സഹായിക്കാം. സിംഹം ഒന്ന് കളിയാക്കി അവനെ നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കാട്ടിലെ രാജാവ്, നീ കുഞ്ഞൊരെലി, എങ്ങനെ സഹായിക്കാനാ? വീട്ടിൽ പോടാ. കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ചാടി ചാടി നടന്നപ്പോ ഒരു ശബ്ദം. എന്താ? രക്ഷിക്കണേ രക്ഷിക്കണേ. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞെലി ആ ശബ്ദം കേട്ടിടത്തോട്ട് ഓടിച്ചെന്നപ്പോ എന്താ പറ്റിയേ? നമ്മുടെ സിംഹത്തെ വേട്ടക്കാരൻ വലയിട്ട് പിടിച്ചിരിക്കുന്നു. ഓടിച്ചെന്ന് നമ്മുടെ കുഞ്ഞെലി ആ വല കാട്ടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷിച്ചു. സിംഹത്തിന് ഭയങ്കര സന്തോഷമായി. സിംഹം പറഞ്ഞു, എടാ എലി, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിന്നോട്. നീ ഇല്ലായിരുന്നെങ്കിൽ ആ വേട്ടക്കാരൻ എന്നെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അന്ന് ഞാൻ നിന്നെ ഒത്തിരി കളിയാക്കി. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി, ഒരാപത്ത് വരുമ്പം നമ്മളെ സഹായിക്കാൻ വരുന്നത് ആരാന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആരെയും കളിയാക്കരുതെന്ന്. എന്താ കുഞ്ഞു മക്കളെ ഇതിന്റെ പാഠം? ഇതിന്റെ ഗുണപാഠം എന്താ? ആരെയും കളിയാക്കരുത്. അതെന്താ? കാരണം നമുക്കൊരു അപകടം വരുമ്പോഴോ നമുക്കൊരു വിഷമം വരുമ്പോഴോ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ആരെയും കളിയാക്കരുത്.